നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം, അടിയങ്ങളിൽ നിറയണം. കർത്താവെ, അടിയനെ ശക്തീകരിക്കണമേ. നീ വാക്കുകളും ആശയങ്ങളും ദൈവത്തിൻ്റെ വചനവും തന്ന് നിറച്ച് അത് പ്രഘോഷിക്കുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രോതാക്കളെ ധാരാളമായി തരണം, അവരുടെ ഹൃദയങ്ങളിൽ പതിയണം, ആത്മാവ് ക്രിയ ചെയ്യണം. കർത്താവെ, മാറ്റങ്ങളെ അവരിൽ വരുത്തണമേ. കർത്താവിനെ ആശ്രയിച്ച് അന്ധകാരത്തിൽ നിന്നകന്ന് പ്രകാശമായി ജീവിക്കുവാൻ, അനേകർക്ക് പ്രകാശമായിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന് വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ 2 കൊരിന്ത്യർ 3-ാം അധ്യായമാണ് ധ്യാനിച്ചത്. ഇന്ന് നമ്മൾ 4-ാം അധ്യായത്തിലോട്ട് കയറുകയാണ്. ഞാൻ എൻ്റെ 1-ാമത്തെ വാചകം ഇപ്പോൾ വായിക്കാം. 4-ാം അധ്യായം 1-ാം വാക്യം. ദൈവകൃപയാൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഭഗ്നാശരല്ല. ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ലഭിച്ചു, അത് ദൈവകൃപയാലാണ്. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവവചനം പ്രഘോഷിക്കുക എന്നുള്ള ശുശ്രൂഷ. അതെങ്ങനെ ലഭിച്ചു എന്നാണ് തുടങ്ങുന്നത്. ദൈവകൃപയാൽ. നമുക്ക് ലഭിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ്. നാം സ്വന്തമായിട്ട് സമ്പാദിച്ചെടുക്കുന്നതും ഒന്നുമല്ല. ദൈവം തരുന്നതല്ലാതെ നമുക്കെന്തുണ്ട്? എല്ലാം ദൈവത്തിൻ്റെ കൃപ. പൗലോസ് അപ്പോസ്തലൻ തന്നെ തൻ്റെ ശാരീരികമായ പീഡകളെക്കുറിച്ചായിരിക്കും, എന്തെങ്കിലും പ്രത്യേക അസുഖത്തെക്കുറിച്ചായിരിക്കാം, അതൊന്നും മാറ്റിത്തരണേ എന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അനുവദിച്ചു കൊടുത്തില്ല. അതിന് പകരം കർത്താവ് പറഞ്ഞത്, ബലഹീനതയിലാണ് എൻ്റെ ശക്തി കൂടുതലായി പ്രകടമാകുന്നത്, നിനക്ക് എൻ്റെ കൃപ മതി. അങ്ങനെ ദൈവകൃപ ലഭിക്കുന്നതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പൗലോസ് തൻ്റെ ശുശ്രൂഷ ദൈവകൃപയാലാണ് ലഭിച്ചത് എന്ന് നമ്മളോട് പറയുകയാണ്. നമ്മൾ ആരും അഹങ്കരിക്കേണ്ട. നമുക്ക് എന്തുണ്ടോ അത് ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭിച്ചതാണ്. ലഭിച്ചത് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷയാണ്. അങ്ങനെ സുവിശേഷ വേലയ്ക്കുള്ള ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്നവർക്ക് ചില നിർദ്ദേശങ്ങൾ പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 5:1-4 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഞാൻ ആ വേദവചനം വായിക്കാം. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുവിൻ. അത് നിർബന്ധം മൂലം ആകരുത്. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. ലാഭേച്ഛയോടെ ആയിരിക്കരുത്, തീക്ഷ്ണതയോടെ ആയിരിക്കണം. അജഗണത്തിന്മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ടായിരിക്കരുത്, സന്മാതൃക കാട്ടിക്കൊണ്ടായിരിക്കണം. ഇടയന്മാരുടെ നാഥൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ ജനങ്ങളുടെ മേൽ, വിശ്വാസികളുടെ മേൽ ആധിപത്യം പുലർത്താനല്ല പറഞ്ഞിരിക്കുന്നത്, സന്മാതൃക കാണിച്ച് ഇതെല്ലാം നടത്തണം. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഒരു പ്രതിഫലം ലഭിക്കുന്നു, ഒളിമങ്ങാത്ത മഹത്വത്തിൻ്റെ കിരീടം. ഇത് ലഭിക്കുമെന്നുള്ളത് ഒരു ഓർമ്മ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഉത്സുകരാകും എന്ന് നമുക്ക് അറിയാം. പൗലോസ് 2-ാം വാചകത്തിൽ പറയുന്നത്, അതിൻ്റെ ചേർന്ന് പറയുകയാണ്, ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഭഗ്നാശരല്ല. എത്ര കഷ്ടപ്പാടുകളൊക്കെ പൗലോസിനുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കഷ്ടപ്പാടുകൾ ഒക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഭഗ്നാശരായി ഒന്നും പോകുന്നില്ല. ഇവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ തന്നെ യേശു കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 6-ാം വാക്യം, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകമുള്ളവരും
പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവീൻ. വിവേകം വേണം, നിഷ്കളങ്കരുമായിരിക്കണം. നമ്മളൊക്കെ നിഷ്കളങ്കരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വിവേകത്തോടുകൂടി വേണം കാര്യങ്ങളെല്ലാം ചെയ്യാൻ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 20:27 പറയുന്നു, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനും ആയിരിക്കണം. അപ്പോൾ ശുശ്രൂഷയുടെ ഈ വേല നിർവഹിക്കേണ്ടത് ഇപ്രകാരമായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആധിപത്യം ഒന്നും അടിച്ചേൽപ്പിക്കുകയല്ല, ഒരു ശുശ്രൂഷ മനോഭാവമാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ വാചകം നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 2-ാമത്തെ വാചകം നമ്മൾ നോക്കുകയാണ്. ലജ്ജാകരങ്ങളായ രഹസ്യ നടപടികൾ ഞങ്ങൾ വർജിച്ചിരിക്കുന്നു. ഞങ്ങൾ ആരെയും വഞ്ചിക്കുകയോ ദൈവവചനം തെറ്റായി വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നില്ല. ലജ്ജാകരമായ രഹസ്യ നടപടികൾ, ഗുപ്തമായ ചില പദ്ധതികൾ, ആഭിചാരം പോലുള്ള അങ്ങനെയൊക്കെയുള്ള ചിലതൊക്കെ നടത്തുന്നവരൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഞങ്ങൾ വെടിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല. ഞങ്ങൾ ദൈവവചനമാണ് പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് മറ്റൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല, ആരെയും വഞ്ചിക്കുന്നില്ല. എല്ലാം സത്യമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ, ദൈവത്തിൻ്റെ വചനം ആയിരിക്കുന്നത് പോലെ തന്നെ പറയുന്നു. വഞ്ചിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ജോലിയല്ല, ഞങ്ങളത് ചെയ്യുന്നില്ല. മാത്രമല്ല, ദൈവവചനം തെറ്റായി വ്യാഖ്യാനിക്കുന്നില്ല. ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത, അതായിരിക്കുന്നത് പോലെ തന്നെ വേണം നമ്മൾ പഠിപ്പിക്കാൻ. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. കൂട്ടാനും കുറയ്ക്കാനും ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നിയമാവർത്തനത്തിൽ ഇങ്ങനെ ഒരു വാചകമുണ്ട്, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകൾ ഒന്നും കൂട്ടുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒന്നും കൂട്ടുകയും വേണ്ട, കുറയ്ക്കുകയും വേണ്ട. വള്ളി പുള്ളി മാറുകയില്ല എന്നും ഒരു വചനമുണ്ട്. കൂട്ടണ്ട എന്ന് പറയുമ്പോഴും അതിൻ്റെ അർത്ഥം തന്നത് മതിയാകും. ഇത്രയും കൽപ്പനകൾ തന്നിട്ടുണ്ട്, അതിലെന്തിനാണ് കൂട്ടുന്നത്? 10 കൽപ്പനകൾ, അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഉണ്ടല്ലോ. കൂട്ടാൻ നമ്മളോട് പറയുന്നില്ല. അപ്പോൾ കുറവുണ്ടെങ്കിൽ മതിയല്ലോ കൂട്ടുന്നത്. കുറയ്ക്കുകയും അരുത്, കൂട്ടുകയും വേണ്ട, കുറയ്ക്കുകയും വേണ്ട. തന്നിട്ടുള്ളത് അതുപോലെ പഠിപ്പിക്കണം. തെറ്റായി വ്യാഖ്യാനിക്കരുത്. പൗലോസ് പറഞ്ഞു, ഞാൻ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നില്ല. പൗലോസ് പ്രസംഗിക്കുമ്പോൾ പൗലോസ് എപ്പോഴും യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പൗലോസ് അങ്ങനെ വാചകം ഹെബ്രായ ലേഖനം 12:2 എഴുതിയിരിക്കുന്നു, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആണ് ഞാൻ പ്രവർത്തിക്കുന്നത്. യേശു തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ച് ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. കർത്താവായ യേശു സ്വർഗത്തിൻ്റെ സന്തോഷം വേണ്ടാന്ന് വെച്ചിട്ട് അപമാനം സ്വീകരിച്ച് കുരിശ് വഹിച്ച് മരിച്ച് പിന്നീട് ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. ആ മഹത്വമേറിയ സ്ഥാനത്തേക്ക് കർത്താവ് ഇരിക്കുകയാണ്. അവനെയാണ് നോക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത്. കർത്താവിൻ്റെ ലക്ഷ്യം വെച്ച് കർത്താവിനെ നോക്കി വേണം ദൈവവചനം വായിക്കാനും പഠിക്കാനും പ്രസംഗിക്കാനും പഠിപ്പിക്കാനും എല്ലാം. അവനെ നോക്കാതെ നമ്മുടെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യരുത്. കൂട്ടുകയും അരുത്, കുറയ്ക്കുകയും അരുത്. കൂട്ടേണ്ട ആവശ്യമില്ല, കുറയ്ക്കേണ്ട പാടുമില്ല, അതിൻ്റെ ആവശ്യമില്ല. അതായിരിക്കുന്ന പോലെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. ശരിയായ അർത്ഥം മനസ്സിലാക്കി ജനങ്ങൾക്ക്, വിശ്വാസികൾ കൊടുക്കുവാൻ ശുശ്രൂഷകർ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ് എന്ന് ഓർക്കണം. സത്യം വെളിവായി പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ ദൈവസമക്ഷം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സുവിശേഷം, 3-ാം വാക്യം, ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ചിലർക്ക് ഞങ്ങളുടെ പ്രസംഗിക്കുന്നത് നിഗൂഢമായിരിക്കുന്നു. അവർക്ക് നാശത്തിലേക്ക് പോകുന്നവർക്കാണ് അങ്ങനെ സംഭവിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം
16-ാം അധ്യായം 15-ലാണ് യേശു കർത്താവ് ആജ്ഞാപിക്കുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുക. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവീൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷ അനുഭവിക്കും. എന്നിട്ട് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ. വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കുവാൻ അവിടുന്ന് തിരുമനസ്സായി. സുവിശേഷം ചിലരെ സംബന്ധിച്ച് ഭോഷത്വമാണ്. പക്ഷേ ആ ഭോഷത്വം എന്ന് അവർ പറയുന്ന അത് വെച്ച് നമ്മളെ രക്ഷിക്കുവാൻ ദൈവം തിരുമനസ്സായി. എല്ലാവരോടും പോയി സുവിശേഷം അറിയിക്കുവാൻ കർത്താവിൻ്റെ കൽപ്പനയാണ്. അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ ചിലർക്ക് അത് നാശത്തിലേക്ക് പോകുന്നു, അവർക്ക് പ്രയോജനപ്പെടുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അടുത്ത വാക്യത്തിൽ 4-ാം വാക്യത്തിൽ ഈ പൗലോസ് വിശദീകരിക്കുന്നു. 4-ാം വാക്യം, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. 4-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ദേവൻ അവരെ അങ്ങ് അന്ധമാക്കിയിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശമോ ദൈവവചനത്തിൻ്റെ പ്രകാശമോ അവരുടെ ഉള്ളിലേക്ക് കയറാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്കത് നാശമായി ഭവിക്കുന്നത്. ആരാണ് ഇതിനെ അടച്ചു കളഞ്ഞിരിക്കുന്നത്? ഈ ലോകത്തിൻ്റെ ദേവൻ. ആരാണ് ഈ ലോകത്തിൻ്റെ ദേവൻ? സാത്താനാന്ന് നമുക്ക് വിചാരിക്കാം. കാരണം യേശു കർത്താവിനോട് വരെ ഈ സാത്താൻ വന്ന് എന്നെ വീണ് ആരാധിക്ക് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങിയില്ലേ. അപ്പോൾ അവന് ഈ ലോകത്തിൻ്റെ തന്നെ ദേവനായിട്ട് ഇരിക്കുകയാണ്. എല്ലാം എൻ്റേതാണ്, ഞാൻ നിനക്ക് തരാമെന്നൊക്കെയാണ് യേശുവിനോട് സാത്താൻ പറയുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അവന് ഈ ലോകത്തിൻ്റെ സാത്താനാണ്, ഈ ലോകത്തിൻ്റെ സാത്താനാണ് അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ചിലരെ സംബന്ധിച്ച് ആ ഉദരമാണ് അവരുടെ ദൈവം. അപ്പോൾ അതും ദൈവമാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഉദരം തിന്നുക കുടിക്കുക ഇത് മാത്രം ലക്ഷ്യം വെക്കുന്നവരുണ്ട്. അവരുടെ അവസാനം നാശമാണ്. അപ്പം അങ്ങനെ ഉള്ള ഈ ലോകത്തിൻ്റെ ചിന്തകളാൽ ജീവിക്കുന്നവരുണ്ട്. അവരുടെയും ഹൃദയം മനസ്സ് അന്ധകാരമായിരിക്കുന്നു. അവർക്ക് സുവിശേഷത്തിൻ്റെ പ്രകാശം ലഭിക്കുന്നില്ല എന്നർത്ഥം. ആ 4-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. പ്രകാശം ഇങ്ങനെ വരുന്നു, പക്ഷെ അവർക്കത് കാണാൻ ഒക്കുന്നില്ല. ഏതിൻ്റെ പ്രകാശം? സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. പ്രകാശം ഇരിക്കുന്നു, പ്രകാശം ഒരു വിളക്ക് കത്തിച്ച മേശപ്പുറത്ത് വെച്ചിരിക്കുക, കാണാനൊക്കുന്നില്ല. സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് കാണുന്നില്ല, കാരണം അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. മേശപ്പുറത്ത് ദീപം ഇരുന്നെന്ന് വിചാരിച്ചെങ്ങനെയാണ് പ്രകാശം കാണുന്നത്? കണ്ണ് തുറന്ന് നോക്കണ്ടേ? കണ്ണങ്ങ് അടച്ചു കളയുക. ഇവരുടെ കണ്ണ്, മനസ്സിൻ്റെ ആ കണ്ണ് ഈ ലോകത്തിൻ്റെ ദേവൻ അങ്ങ് അടച്ചു കളഞ്ഞു. പിന്നെ അവർക്കൊന്നും കാണത്തില്ല. അപ്പോൾ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് കാണത്തില്ല. സുവിശേഷത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് മഹത്വമേറിയ സുവിശേഷം. ഇതൊരു പ്രധാന വാർത്തയാണ്. സുവിശേഷം എന്നുള്ള വാക്കിനർത്ഥം തന്നെ നല്ല വാർത്തയെന്നാണ്. യേശു ക്രിസ്തുവിൽ കൂടെ അവനിൽ വിശ്വസിക്കുന്നവർക്ക്, അവനെ കർത്താവ് രക്ഷകനുമായി വിശ്വസിക്കുന്നവർക്ക് രക്ഷ ലഭിക്കുന്നു എന്നുള്ള സത്വാർത്ത. അതാണ് സുവിശേഷം. അത് മഹത്വമേറിയതാണെന്ന് പറയാൻ കാരണം, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ അതികഠിനമായ പീഡകൾ സഹിച്ച് ഒരു മനുഷ്യനായി വന്നിട്ടാണല്ലോ. മനുഷ്യനായി വന്ന് എല്ലാ പീഡകളും സഹിച്ച് അവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി ഒരു ബലിയായി തീർന്നു. ദൈവത്തിൻ്റെ കുഞ്ഞാട് അവിടെ വെച്ച് അറക്കപ്പെട്ടു. 3-ാം ദിവസം കല്ലറകൾ പൊട്ടിച്ച് അവൻ മഹിമയോടെ ഉയർത്തു വന്നു. മഹിമയോടെ ഉയർത്തു വന്നു. അവൻ പിതാവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നു. അതാണ് മഹിമ. ആ മഹത്വത്തോടുള്ള ഉയർപ്പിൽ അവൻ നമ്മുടെ മധ്യസ്ഥനും, അവൻ നമ്മുടെ കർത്താവും,
അവൻ നമ്മുടെ രക്ഷകനുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ സുവിശേഷത്തെ മഹത്വമേറിയ സുവിശേഷം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷം. അപ്പോൾ ക്രിസ്തു ആരാണെന്ന് കൂടെ പൗലോസ് ഇവിടെ ഒരു വാചകത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രതിരൂപം, ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തു. ഇമേജ്, നമ്മൾ ഒരു ഓബ്ജക്റ്റ് വെച്ച് കണ്ണാടിയിൽ കൂടെ കാണുന്നതാണ് ഇമേജ് എന്ന് പറയുന്നത്. ആ ഇമേജ് കാണുന്നതിൻ്റെ അർത്ഥം ആ ശരിയായ റിയൽ ഓബ്ജക്ട്സ് ഇപ്പുറത്തിരിപ്പുണ്ട്, അതുകൊണ്ടാണല്ലോ ഇമേജ് കാണുന്നത്. അപ്പോൾ യേശുക്രിസ്തു എന്താണ്? ഇമേജാണ്. ആരുടെ? ഗോഡ് ദ ഫാദർ, പിതാവായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. കൊളോസോസ് 1:15 വാക്യത്തിൽ പൗലോസ് ഈ വാക്യം ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിസ്തു ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. ഹി ഈസ് ദ വിസിബിൾ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. എബ്രായ ലേഖനത്തിൽ ഈ ആശയം പൗലോസ് പറയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സത്തയുടെ മുദ്രയാണ്. ദൈവത്തിൻ്റെ സത്തയുടെ മുദ്രയാണ് യേശു ക്രിസ്തു. അത് പൗലോസ് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ അവൻ 3-ാം വാക്യം, അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും റിഫ്ലക്ഷൻ ഓഫ് ഹിസ് ഗ്ലോറി ആൻഡ് സത്തയുടെ മുദ്രയുമാണ്. ഇംപ്രിൻ്റ് ഓഫ് ദ വെരി ബോഡി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സത്തയുടെ ഇംപ്രിൻ്റാണ്, അതിൻ്റെ മുദ്രയാണ്, മഹത്വത്തിൻ്റെ തേജസ്സാണ്. റിഫ്ലക്ഷൻ ഓഫ് ദ ഗ്ലോറി ഓഫ് ദ ഫാദർ. ഇതാണ് പൗലോസ് യേശുവിനെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ്. എന്നെ കാണുന്നവൻ പിതാവിനെയും കാണുന്നു, എന്നെ അയച്ചവനെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, എന്നെ കേൾക്കുന്നവൻ എന്നെ അയച്ച പിതാവിനെയും കേൾക്കുന്നു. ഞാൻ സംസാരിക്കുന്നത് പിതാവ് സംസാരിച്ച കാര്യങ്ങളാണ്. എന്നെ കാണുന്നവൻ പിതാവിനെയും കാണുന്നു. മാത്രമല്ല, യേശു വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. യോഹന്നാൻ സുവിശേഷം 10:30. ഞാനും പിതാവും ഒന്നാകുന്നു. നമ്മൾ ആ റിഫ്ലക്ഷൻ കാണുന്നു. നേരിട്ട് കാണാനൊക്കത്തില്ലല്ലോ, മോശ പോലും നേരിട്ട് കാണുന്നില്ല. നമ്മൾ ആ റിഫ്ലക്ഷൻ കാണുന്നു, ആ ഇമേജ് കാണുന്നു. അവൻ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. ദൈവത്തെ എങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും? അവൻ ഇങ്ങോട്ട് വന്നു മനുഷ്യരൂപത്തിൽ, അതുകൊണ്ട് നമ്മൾ കാണുന്നു. ആ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ ആ പ്രകാശമാണത്. ആ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. കാരണം ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുക. അവർക്ക് ദൃശ്യമല്ല, അവർക്കത് നാശമാണ്. 5-ാമത്തെ വാചകം, ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഞങ്ങളെക്കുറിച്ച് അല്ല. ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഞങ്ങളെക്കുറിച്ച് അല്ല എന്ന് പറയുന്നത് പ്രസംഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മളൊരു ലാഭേച്ഛ കൂടാതെ പ്രസംഗിക്കണമെന്ന് പത്രോസും പറഞ്ഞിട്ടുണ്ട്. നമ്മളെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ അന്ന് ചെയ്തപ്പോൾ, അന്ന് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചു, വലിയ ഇതായി, എൻ്റെ കാര്യം പറയാനല്ല ഈ സുവിശേഷം എന്ന് പറയുന്നത്. ആരെക്കുറിച്ച് പറയാനുള്ളതാണ്? ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഞങ്ങളെക്കുറിച്ചല്ല. അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെയോ യേശുക്രിസ്തുവിൻ്റെ കാര്യമാണ്. യേശുക്രിസ്തുവിനെ കർത്താവായും, അവിടെ നിൽക്കാം, നമുക്ക് പറയാം, യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് പ്രഘോഷിക്കുക. അതാണ് ഞങ്ങളുടെ പ്രസംഗം. യേശുക്രിസ്തു കർത്താവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൽപ്പനയിൽ ആദ്യം തന്നെ യഹോവ അരുളി ചെയ്തു, ഞാനാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്താക്കി കൊണ്ടുവന്ന ദൈവമായ കർത്താവ്. എന്നെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കരുത്. ഞാനാണ് കർത്താവ്, ഞാൻ മാത്രമാണ് കർത്താവ്. പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്ന യേശുക്രിസ്തു കർത്താവാണ്. ഉദ്ഘോഷിക്കുന്നത് എന്താണ്? യേശുക്രിസ്തു കർത്താവാണ്. യേശുക്രിസ്തു കർത്താവാണെന്നുള്ള ആ ടീച്ചിങ് യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് ക്രമേണയാണ് ആൾക്കാർ മനസ്സിലാക്കി വരുന്നത്. പ്രവാചകനാണെന്ന് വിചാരിക്കുന്നു, വലിയ ആളാണെന്ന് വിചാരിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടവനാണെന്ന് വിചാരിക്കുന്നു, ക്രിസ്തുവാണെന്ന് ചിലർ പറഞ്ഞു.
പത്രോസ് ഒരിക്കൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, നല്ലത്, മാംസരക്തങ്ങളല്ല, സ്വർഗസ്വനായ പിതാവാ നിനക്കത് വെളിപ്പെടുത്തിയത്. ശമറിയക്കാരി സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ കേട്ടിട്ടുണ്ട് ക്രിസ്തു വരുമെന്ന്. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് ക്രിസ്തു. യേശു പറഞ്ഞു, വ്യക്തമാക്കി ഇങ്ങ് പറഞ്ഞു. ക്രിസ്തു അപ്പോൾ ആരാണെന്ന് അവർക്ക് മനസ്സിലായി കാണും എന്ന് നമുക്ക് വിചാരിക്കാം. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ തോമസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് എന്ന് ആദ്യം വിളിക്കുന്നത് തോമസ് അപ്പോസ്തലനാണ്. ഈ വിശ്വാസ സത്യത്തിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. കർത്താവ് അങ്ങനെ കൊണ്ടെത്തിച്ചു. അതാണ് ഇവിടെയും പറയുന്നത്, യേശു ക്രിസ്തുവാണ് കർത്താവ്. യേശു ക്രിസ്തു മറ്റ് ആൾക്കാരെ പോലെ എന്തെങ്കിലും ഒന്നല്ല. മധ്യസ്ഥത വഹിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം കുറച്ചുകൂടി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കണം. കർത്താവാണ് യേശു ക്രിസ്തു എന്ന് മനസ്സിലാക്കണം. അവനാണ് രണ്ടാമത് മഹത്വത്തോടു കൂടി വരുന്നത്. രണ്ടാമത് വരുമ്പോൾ എല്ലാവരെയും വിധിക്കുന്നത് വിധികർത്താവ് അവനാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ഗ്രഹിക്കണം. അവനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും നമ്മൾ ചെയ്യുവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശുവിന് വേണ്ടി ഞങ്ങളെ നിങ്ങളുടെ ദാസന്മാരായുമാണ്. ഞങ്ങളെ തന്നെ വലുതാക്കിയല്ല പറയുന്നത്, ഞങ്ങളെ നിൻ്റെ ദാസന്മാർ, നിങ്ങളുടെ ദാസന്മാർ എന്നാണ് പറയുന്നത്. അങ്ങനെ എടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. നമ്മുടെ ഭരണകർത്താക്കളായിട്ടിരുന്ന് ഭരിക്കുകയല്ല, അതോർത്തോണം. നമ്മളെ ഭരിക്കാനല്ല ഏൽപ്പിച്ചിരിക്കുന്നത്, ഇടയന്മാരായിട്ട് നമ്മളെ തീറ്റിപ്പോറ്റി പരിപാലിക്കാനാണ് ശുശ്രൂഷകരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ശുശ്രൂഷകർ എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവർക്ക് കിട്ടുന്നത്, ആ ഇടയൻ, വലിയ ഇടയൻ വരുമ്പോൾ കിട്ടുന്നത് ഒളിമങ്ങാത്ത കിരീടമാണ് ലഭിക്കുന്നത്. ഇടയനാണ്, വലിയ ഇടയനാണ് വരുന്നത് ഈ ഇടയന്മാർക്ക് സമ്മാനം നൽകാൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശുശ്രൂഷാ മനോഭാവമാണ്, അല്ല ഭരണാധികാരമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഏൽപ്പിക്കുകയല്ല, ഇടയന്മാരായി പ്രവർത്തിക്കാനാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഓർക്കണം. യേശു ആരാണ്? യേശു കർത്താവാണ്. യേശു അത് പറഞ്ഞിട്ടുമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശുവും ശിഷ്യന്മാരും കൂടെ നടന്നു പോകുമ്പോൾ ശിഷ്യന്മാർക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം ഗോതമ്പ് ഇച്ചിരി പറിച്ച് എടുത്ത് കയ്യിലിട്ട് തിരുമി തിന്നാൻ തുടങ്ങിയപ്പോൾ പരീശരത് കണ്ടു. എന്തുകൊണ്ട് ശാബത്ത് ലംഘിക്കുന്നു? അവരുടെ ചോദ്യം. യേശു അത് വ്യാഖ്യാനിച്ച് കൊടുത്തിട്ടുണ്ട്. യേശു എന്നിട്ട് പറഞ്ഞു, 6-ാം അധ്യായം 5-ാം വാക്യം പറയുകയാണ്, ഞാൻ ശാബത്തിൻ്റെയും കർത്താവാണ്. ഈ കൽപ്പന എഴുതിയിട്ടുണ്ടല്ലോ, ശാബത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കണം എന്നൊക്കെ. ആരാ അത് കൊടുത്തത്? അതിൻ്റെ കർത്താവ് ആരാ? ശാബത്ത് ദിവസം വിശ്രമിക്കണമെന്ന് ആരാധനാ ദിവസമായിട്ടൊക്കെ കണക്കാക്കി ആരാധിച്ചുകൊണ്ടൊക്കെ ഇരിക്കണമെന്ന് ഈ കൽപ്പന തന്നത് ആരാ? വേറെ ആരാണ്ടാണോ? ഞാനാണ്. ശാബത്തിൻ്റെ കർത്താവ് ഞാനാണ്. ഇതാ യേശു പറഞ്ഞത്. അപ്പോൾ യേശു വളരെ വ്യക്തമായിട്ട് ആ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനാണ് കർത്താവ്. ശാബത്തിൻ്റെ ആ നിയമം തന്നതും ഞാൻ തന്നെ. കർത്താവ് അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. കേട്ടവർക്ക് എത്ര മനസ്സിലായോ എന്നുള്ളത് വേറൊരു കാര്യം. കർത്താവ് അത് വ്യക്തമാക്കി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും പെന്തക്കോസ്താ ദിവസം. പെന്തക്കോസ്താ ദിവസത്തെക്കുറിച്ച് യേശു പറഞ്ഞാൽ, നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ നിലയെല്ലാം പഠിപ്പിക്കുന്നത് യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, സുവിശേഷം ഇങ്ങനെ പ്രസംഗിക്കണം, അതുവരെ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കാത്തിരിക്കാനാണ് യേശു പറഞ്ഞത്. അവർ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്ന് അവർ മറുഭാഷയിൽ സംസാരിക്കുന്നു, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നു. പത്രോസിൻ്റെ ഒരു പ്രസംഗമുണ്ട്. പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ ആ കണ്ടൻറ്റ്, ആ ആശയം ഇതാണ്: എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ക്രൂശിൽ തൂക്കി കൊന്ന നസറേയനായ യേശുവിനെ പിതാവായ ദൈവം നമ്മുടെ കർത്താവും നാഥനുമായി ഉയർത്തിയിരിക്കുന്നു. യേശുവാണ് കർത്താവ് എന്നുള്ള പ്രഖ്യാപനമാണ് പത്രോസ് അവിടെ നടത്തുന്നത്. അത് നമ്മൾ ഓർത്തോണം. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തി.
ഏതെങ്കിലും ഒരു വലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു എന്നല്ല. അവൻ നമ്മുടെ കർത്താവ്, തേജസ്സുള്ളവൻ. അവൻ നമുക്ക് വേണ്ടി തിരിച്ചു വരും, നമ്മളെ നടത്തും, നമ്മളിലേക്ക് പ്രകാശം പരത്തും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത വാചകം, 6-ാമത്തെ വാചകം, അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ഒരു നീണ്ട വാചകമാണെങ്കിലും അതിന് നമുക്ക് ഒരു 3-4 തിരിച്ച് ചിന്തിക്കാൻ സാധിക്കും. ഒന്ന്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവം, ആ ദൈവത്തിൻ്റെ തേജസ് ഞാൻ കണ്ടു. അതാണ് പൗലോസ് പറഞ്ഞ ഒരു കാര്യം. വേറൊരു കാര്യം, ആ അറിവ് നമ്മളിലേക്ക് പകരണം. ആ പകരുന്നതിന് ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം തന്നെ നമ്മളിൽ പ്രവർത്തിക്കുന്നു. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവമെന്ന് പറയുന്നത് ഒരു തേജസ്സാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, മോശയെ വിളിക്കുമ്പോൾ അഗ്നിയുടെ രൂപത്തിലാണ് മുൾപ്പടർപ്പിൽ വെച്ച് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് സീനായി പർവ്വതത്തിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ട് കൽപ്പനകൾ കൊടുക്കുന്നു. 40 ദിനരാത്രങ്ങൾ മോശ ദൈവത്തോടൊപ്പം ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മോശയുടെ മുഖം അങ്ങ് പ്രകാശിക്കുക. അനേക നക്ഷത്രങ്ങളുടെ പ്രകാശത്തേക്കാൾ ശോഭിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖം പ്രകാശിക്കുക. അഹറോന് പോലും മോശയുടെ മുഖത്തേക്ക് നോക്കാൻ സാധിച്ചില്ല, പ്രയാസമായിരുന്നു. അതുകൊണ്ടാണ് മൂടുപടം ധരിച്ചത്. ദൈവത്തോട് സംസാരിക്കുമ്പോൾ മൂടുപടം മാറിയിട്ട് മോശ സംസാരിച്ചു. അത് പഴയ നിയമത്തിൻ്റെ ഒരു ശുശ്രൂഷയിൽ സംബന്ധിച്ച് അത്രമാത്രം തേജസ് ഉണ്ടെങ്കിൽ പൗലോസ് സൂചിപ്പിക്കുന്നുണ്ട്. കണ്ണാടിയിൽ കൂടി കണ്ട ആ പഴയ നിയമത്തിൻ്റെ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഇപ്പോഴത്തെ ശുശ്രൂഷ. അന്ന് തേജസ് ഉണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അതിനെക്കാട്ട് തേജസ്സുറ്റതാണ്. യേശു കർത്താവാണ് അതിൻ്റെ വ്യക്തി. അവൻ തേജസ്സോടുകൂടിയാണ് വന്നത്, തേജസ്സോടുകൂടി തന്നെ ഇപ്പോൾ ഇരിക്കുന്നു. ആ തേജസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മോശയുടെ കാര്യത്തിൽ ആ തേജസ് പിന്നീട് മങ്ങിപ്പോയി. കാരണം സൂര്യൻ ഉദിക്കുമ്പോൾ ചന്ദ്രൻ്റെ തേജസ് ഇല്ലാതായി മാറണമല്ലോ. പുതിയ നിയമത്തിൻ്റെ അനവരതമായ ആ തേജസ് ഉദിച്ചപ്പോൾ പഴയ നിയമത്തിൻ്റെ തേജസ് ഇല്ലാതായി. ആ കൽപ്പനകളൊക്കെ യേശു കർത്താവ് അങ്ങ് നിർവഹിച്ചു. അപ്പോൾ ഇപ്പോൾ തേജസ് എന്ന് പറയുന്നത് യേശു കർത്താവാണ്, ദൈവത്തിൻ്റെ തേജസ്സാണത്. അതാണ് കണ്ടത്. അതാണ് പൗലോസ് അപ്പോസ്തലൻ നേരിട്ട് കണ്ടു എന്നുള്ളതാണ് ഒരു അനുഭവം. ദമാസ്കസിലേക്ക് പോയി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ പരിശ്രമിച്ച പൗലോസ് അപ്പോസ്തലൻ പോകുന്ന വഴിക്ക് ഒരു മിന്നലൊളി പ്രകാശം മുഖത്തടിച്ച് വീണ് സൗൾ സൗൾ എന്ന് വിളിച്ച് ശബ്ദം കേട്ടു. കർത്താവേ, അങ്ങാരാണ്? നീ പീഡിപ്പിക്കുന്ന നസറേനായ യേശു. പൗലോസ് നോക്കിയത് ദൈവ തേജസ്, ദൈവത്തിൻ്റെ തേജസ് യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് തിളങ്ങുന്നു. പൗലോസിൻ്റെ ഇതുവരെയുള്ള എല്ലാ വിശ്വാസങ്ങളും മാറിപ്പോയി. ഇപ്പോൾ പൗലോസിന് മനസ്സിലായി, യേശു ക്രിസ്തു ദൈവപുത്രൻ തന്നെ. അവൻ്റെ മുഖത്ത് തിളങ്ങുന്ന തേജസ്, ദൈവത്തിൻ്റെ തേജസ്. ഈ കാര്യമാണ് പൗലോസിനോട് എഴുതിയിരിക്കുന്നത്. അവൻ്റെ മുഖത്ത് ഞാൻ ദൈവ തേജസ് കണ്ടു, അവൻ്റെ തേജസ് കണ്ടു. ആ ദൈവ തേജസ്, വെളിപ്പെട്ട ദൈവ തേജസ്സാണ് അറിവിൻ്റെ പ്രകാശം ഇപ്പം നമുക്ക് തരാൻ പോകുകയാണ്. ഇപ്പം നമുക്ക് പൗലോസിന് മാത്രമല്ല എല്ലാവർക്കും ആ പ്രകാശം കിട്ടിയവരിൽ നിന്ന് മറ്റുള്ളവരെയൊക്കെ പ്രകാശം പകരും. കർത്താവ് എല്ലാവർക്കും പ്രകാശം തരികയാണ്. ഈ അറിവിൻ്റെ കർത്താവാണ്, യേശു കർത്താവാണ് കർത്താവ് എന്നുള്ള അറിവിൻ്റെ ആ പ്രകാശം എല്ലാവർക്കും തരാൻ നമ്മളിലെല്ലാം കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമുക്ക് തന്നിട്ട് ആ പ്രകാശം നമ്മളിലേക്ക് പരത്തുകയാണ്. ആ വേല ചെയ്യുന്നത് ദൈവം തന്നെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് നമുക്ക് വിചാരിക്കാം. യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ നമ്മളിൽ ജ്ഞാനം നിറയുന്നു, ആ പ്രകാശം നിറയുന്നു. യേശുവിനെ കർത്താവ് രക്ഷകനുമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ വേറൊരിടത്ത് പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധ്യമല്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഒരു ഹൃദയത്തിൽ നിന്നാണ് യേശു
കർത്താവാണെന്ന് പറയുവാൻ സാധിക്കുന്നത് മറ്റുള്ളവരെത്ര കേട്ടാലും ആ കാര്യം അവർക്കങ്ങോട്ട് പിടികിട്ടുന്നില്ല എന്താണെന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചു. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഒരു തേജസ്, ആ തേജസ്സിനെ കുറിച്ച് ഉൽപ്പത്തിയുടെ കാര്യത്തിൽ മുതൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. പ്രകാശം ഉണ്ടാകട്ടെ എന്ന് ദൈവം അരുളി ചെയ്തപ്പോൾ ആ പ്രകാശം ഉണ്ടായത് തന്നെ. ആദ്യം ആഴി ഇരുണ്ടിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒന്നാം ദിവസം പ്രകാശം ഉണ്ടാകട്ടെ എന്ന് അരുളി ചെയ്ത ആ ദൈവം പ്രകാശത്തെ കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ പൗലോസ് അത് സൂചിപ്പിക്കുന്നുണ്ട്, പ്രകാശം ഉണ്ടാകട്ടെ എന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ തേജസ്സാണ് ഇന്നിവിടെ പ്രവർത്തിക്കുന്നത്. യഹോവ തന്നെ പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ തേജസ്സാണ് ഇന്നിവിടെ പ്രകാശിക്കുന്നത്. പൗലോസ് കണ്ടതും ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നതും ആ വചനമയച്ച പ്രകാശം ഉദിക്കട്ടെ എന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ പ്രകാശം തന്നെ ഇപ്പോൾ ഇവിടെ നമ്മളിലും പ്രവർത്തിക്കുന്നു. വേറൊരാളല്ല, ദൈവം തന്നെ പ്രവർത്തിക്കുന്നു, നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്നു. 7-ാമത്തെ വാക്യം കൂടെ നമുക്ക് ചിന്തിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കാം. 7-ാമത്തെ വാക്യം പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. ആദ്യത്തെ പാർട്ട് പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. ചിലർ വിചാരിക്കുക എനിക്ക് കുറച്ച് ശക്തിയൊക്കെ ഉണ്ട്, ദൈവം തന്നതാ, അപ്പോൾ ആ ശക്തി വെച്ച് ഞാനൊക്കെ പ്രവർത്തിക്കുകയാണെന്ന് പലരും വിചാരിക്കും. അങ്ങനെയല്ല നമ്മൾ വിചാരിക്കണം. ദൈവമേ ഞങ്ങളെ സഹായിക്കണേ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് കുറച്ചുണ്ട്, കുറച്ച് പോരായ്മയുണ്ട്, അതുകൊണ്ടങ്ങ് സഹായിക്കണേ എന്നല്ല എന്ന് നമ്മൾ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. എല്ലാ ശക്തിയും കഴിവും ദൈവത്തിൻ്റെതാണ്, ദൈവം നമുക്ക് തരുന്നതാണ്. അതാണ് നമ്മൾ ആദ്യമേ ഒരു വാചകത്തിൽ പറഞ്ഞത്, ദൈവകൃപയായതല്ല. അല്ല നമ്മുടെ കഴിവോ ഞാൻ മറ്റുള്ളവരെക്കാട്ടി മിടുക്കനാണെന്ന കഴിവുണ്ടെന്നൊന്നുമല്ല. ഉണ്ട്, നമ്മളിൽ അങ്ങനെ ഇൻബോണായിട്ട് എന്തെങ്കിലും ശക്തിയുണ്ട്, കഴിവുണ്ടെങ്കിലും അത് ദൈവം തന്ന കഴിവാണ്. ശക്തി ആരാണ്? പരമമായ ശക്തി ആരാണ്? അത് ദൈവം തന്നെ. ദൈവം തരുമ്പോൾ മാത്രമേ നമുക്കുള്ളൂ, തരാത്തതൊന്നും നമുക്കില്ല. ആ ശക്തി ദൈവത്തിൻ്റേതാണ്, ഞങ്ങളുടേതല്ല. അതെല്ലാവരും ഓർക്കണം. പൗലോസ് അത് അങ്ങനെ ഓർത്തോണ്ട് തന്നെയാണ് തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. എൻ്റെ ശക്തി കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു ഒന്നുമല്ല, പരമമായ ശക്തി ദൈവത്തിൻ്റേതാണ്. അങ്ങനെ തെളിയിക്കുവാൻ വെളിപ്പെടുത്തുന്നതിന് കർത്താവ് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ നിധി ഞങ്ങൾക്ക് ലഭിച്ചു. ശുശ്രൂഷാസ്ഥാനമെന്ന് വേണേൽ വിചാരിക്കാം, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമെന്ന് നമുക്ക് വേണേൽ വിചാരിക്കാം. ഈ നിധി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയല്ല, അവനാണ് പരമമായ ശക്തി. പണ്ട് കാലങ്ങളിൽ നിധി സാധനങ്ങൾ, വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ സ്റ്റീലിൻ്റെ സേഫുകളൊന്നുമില്ലായിരുന്നു. മൺകുടങ്ങളിൽ അത് ശേഖരിച്ച് എവിടെയെങ്കിലും ഒളിച്ചു വെക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പം ആ ഒരു താരതമ്യം ഇവിടെ പൗലോസ് പറയുന്നത്, ഈ നിധി ഞങ്ങളിൽ ലഭിച്ചിരിക്കുക. ഞങ്ങളോ മൺപാത്രങ്ങൾ മാത്രം, ഞങ്ങളിലേക്ക് ആ നിധി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ആ ബുദ്ധിക്കല്ല, വിശ്വാസത്തിനാണ് പ്രാധാന്യം. ഞങ്ങളൊന്നുമല്ലാതിരിക്കെ ആ മൺപാത്രം മാത്രമായി ഞങ്ങളിലേക്ക് ദൈവം ഈ നിധി സൂക്ഷിച്ച് നിക്ഷേപിച്ച് വെച്ചിരിക്കുന്നു. അത് നമ്മൾ ഓർക്കണം. നമ്മൾ അഹങ്കരിക്കേണ്ട കാര്യമില്ല. ആ മൺകുടത്തിന് യാതൊരു യോഗ്യതയുമില്ല അഹങ്കരിക്കാൻ. ദൈവത്തിൻ്റേതാ നിധി, അതവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്ന് മാത്രം. യേശു കർത്താവ് 2 ഉപമ പറഞ്ഞിട്ടുണ്ട്. വയലിൽ ഒരു നിധി ഒരാൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഒരാളത് മനസ്സിലാക്കിയിട്ട് അയാൾ പോയിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ അങ്ങ് വിലയ്ക്ക് വാങ്ങിച്ചു. നിധി അവിടെ ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് സ്വർഗത്തിൽ ഒരു നിക്ഷേപം ഉണ്ടാകണം, നമുക്ക് സ്വർഗരാജ്യം നമുക്കുണ്ട്. ഇതൊക്കെ നമ്മുടെ നിധികളാണ്. ഇവിടെ ശുശ്രൂഷയ്ക്ക് ഉള്ള അവസരം ദൈവം തന്നു, അതും നമ്മുടെ നിധിയാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് തന്നു, അതും നമ്മുടെ നിധിയാണ്. അതെല്ലാം കാത്തു സൂക്ഷിച്ചാൽ സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം ഉണ്ടെന്നുള്ളത് നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ നിധി നമുക്ക് തന്നത് ബലഹീനരായ നമ്മളിലാണ്, വെറും മണ്ണ് കൊണ്ടുണ്ടായ. ദൈവത്തിനറിയാം നമ്മൾ വെറും കാറ്റാണ്, ഒന്ന് ഊതിയാൽ അങ്ങ് പോകുന്ന വെറും കാറ്റ് മാത്രമാണ്. എപ്പോഴാണ്
മരിക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. അതിലോട്ടാണ് ദൈവം ഇതെല്ലാം തന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കണം. യേശു വേറൊരു ഉപമയുടെ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലെ 14-ാം അധ്യായം അതിൽ തന്നെ വേറൊരു ഉപമയും പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യാപാരി ഏറ്റവും നല്ല വില കൂടിയ രക്തം വാങ്ങിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ചു. ഒരിടത്ത് നല്ല ഏറ്റവും വില കൂടിയ രക്തം ആരോടും പറഞ്ഞില്ല. പോയി തനിക്ക് ഉള്ള എല്ലാം കൊണ്ട് വിറ്റിട്ട് ആ പർട്ടിക്കുലർ രക്തം പോയി വാങ്ങിച്ചു. അത് അദ്ദേഹത്തിൻ്റെ കഴിവ് ദൈവം കൊടുത്തതാണ്. അങ്ങനെ ദൈവം ചെയ്തു. കർത്താവ് നമ്മളോട് പറയുന്നതിൻ്റെ അർത്ഥം, ഈ ഉപമ പഠിച്ചോണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ ഈ ലോകത്തിൽ വലിയ ആകാശമുട്ടയുള്ള ഗോപുരങ്ങൾ പണിത് എല്ലാം സമ്പാദിച്ച് അതിൻ്റെ അകത്ത് കൂട്ടി വെച്ചാലും ഒറ്റ കാറ്റടിക്കുമ്പോൾ എല്ലാം അങ്ങ് വീണ് പോകും. ഇത്രയേ ഉള്ളൂ നമ്മളുടെ അടുത്ത് ഇവിടുത്തെ സമ്പാദ്യം. അങ്ങ് എണ്ണമയാത്ത രീതിയിലുള്ള കോടിയെന്നോ എന്തൊക്കെയാണ് പറയുന്നത്, അങ്ങനെ സമ്പാദിച്ചങ്ങ് മേളിലോട്ട് അങ്ങ് മുട്ടിച്ചങ്ങ് വെച്ചാലും ഒറ്റ കാറ്റടിക്കുമ്പോൾ എല്ലാം അങ്ങ് വീണ് പോകും. ശക്തമായൊരു മഴ പെയ്താൽ എല്ലാം അങ്ങ് പോകും. ഇങ്ങനെ കൂട്ടുന്ന മണ്ടത്തരമാണെന്നുള്ളത് മനുഷ്യനെ അറിയുന്നില്ല. നിക്ഷേപം ഇവിടെ ഇങ്ങനെ കൂട്ടുകയാണ്. പക്ഷെങ്കിൽ നമുക്കുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണമെന്ന് കർത്താവ് നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ നിധിയാണ്, ആ ശുശ്രൂഷയുടെ നിധിയാണ്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. സ്വർഗത്തിലേക്ക് പോകാനുള്ള ആ നിധിയായിരിക്കണം. ഒരു സ്ത്രീയെ വിധവയായ സ്ത്രീയെ തനിക്കുള്ള ചെമ്പുതുട്ടുകൾ മുഴുവനും അവിടെ ഉപജീവനത്തിനെക്കുറിച്ച് ചിന്തിക്കാതെ അത് മുഴുവൻ അങ്ങ് ഇട്ടപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് വാക്ക് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിക്ഷേപിച്ചിരിക്കുകയാണ്, സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കും. നിക്ഷേപം എവിടെയായിരിക്കണം? സ്വർഗത്തിലായിരിക്കണം. നിങ്ങളുടെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ നിങ്ങളുടെ ഹൃദയവും അവിടെ. അപ്പോൾ നമ്മളെപ്പോഴും എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിയാൽ മതി. പൈസയുടെ കാര്യമാണോ പണത്തിൻ്റെ കാര്യമാണോ? അതിൻ്റെ അർത്ഥം നിങ്ങളുടെ നിക്ഷേപം ആ പണത്തിലാണെന്ന അർത്ഥം. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. പഴകിപ്പോകാത്ത സഞ്ചികൾ അവിടെ ഉണ്ടാക്കണം, അവിടെ എല്ലാം കിട്ടും. അപ്പോൾ 7-ാമത്തെ വാക്യം കൊണ്ട് നമ്മൾ ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നമ്മളോട് ഒരു കാര്യം പറയുന്നത്, നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. വേണ്ടാത്ത കാര്യങ്ങളെ ചിന്തിക്കരുത്. നമുക്കൊരു ശുശ്രൂഷയുടെ ജോലി തന്നിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യണം. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വേണം എല്ലാം ചെയ്യാൻ. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവിടെ യേശു കർത്താവിൻ്റെ മുഖത്ത് ദൈവ തേജസ് കാണാം. ദൈവ തേജസ് കാണുന്ന ആ മുഖത്തേക്ക് വേണം നമ്മൾ നോക്കാൻ. നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് ഭംഗിയായിട്ട് നടത്തി തരും. നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. നാളത്തെക്കുറിച്ച് ഒന്നും നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കേണ്ട. എന്ത് കഴിക്കുമെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. എല്ലാം കർത്താവ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുക. നമ്മൾ നോക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കണം. ചിലർക്കൊരു തെറ്റുപറ്റിപ്പോവും. അവൻ്റെ മുഖത്തേക്ക് നേരിട്ട് നോക്കാമോ എന്ന് സംശയമുണ്ട് ചിലർക്ക്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നാം മക്കളാണെന്ന് ഓർത്തോണം. മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി അങ്ങോട്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്യണമെന്നൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് നേരിട്ട് പറയാനുള്ള ആ മുഖം യേശു ക്രിസ്തുവിൻ്റെ മുഖമാണ്. അവിടേക്ക് നോക്കി എല്ലാം പറയാം. അവന് വേണ്ടിയുള്ള ശുശ്രൂഷ നമുക്ക് ചെയ്യാം. ദൈവം നമുക്ക് പ്രതിഫലം തരും. ഒളിമങ്ങാത്ത മഹത്വത്തിൻ്റെ കിരീടം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ അടുത്ത എപ്പിസോഡിൽ, അടുത്ത ധ്യാനത്തിൽ നമുക്ക് തുടർന്നുള്ള വാക്യങ്ങൾ 7-ാമത്തെ വാക്യമാണ് തുടങ്ങി വെച്ചത്. അതിൻ്റെ ബാക്കി ഇങ്ങോട്ട് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ നടത്തിയിട്ട് യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ.